Today we will discuss a new topic, grafting, an artificial vegetative propagation method. നമ്മൾ കഴിഞ്ഞ സ്ലൈഡ്സിൽ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള കട്ടിങ്ങും ലെയറിങ്ങും എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ്. In grafting, parts of two different plants are joined together. So they continue their growth as a new plant. നമ്മൾ രണ്ട് പ്ലാന്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതിന്റെ മെത്തേഡ്സ് നമുക്ക് വഴിയെ പഠിക്കാം. In this, stem cutting from donor is incorporated with rooted recipient. സോ ഇതിലൊരു ഡോണർ പ്ലാന്റും ഒരു റെസിപ്പിയൻ പ്ലാന്റും ഉണ്ടായിരിക്കും. റെസിപ്പിയൻ പ്ലാന്റ് എന്ന് പറയുന്നത് റൂട്ടഡ് ആയിരിക്കും. സോ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻ പ്ലാന്റിലേക്ക് ഒരു ഡോണർ സ്റ്റെം കട്ടിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. Donor and recipient usually belongs to related species or variety. നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു രണ്ട് പ്ലാന്റ്സ് ജോയിൻ ചെയ്യാണെന്ന്. ആ പ്ലാന്റ്സ് റിലേറ്റഡ് സ്പീഷീസോ വെറൈറ്റിയോ ആയിരിക്കണം. നമുക്കൊരിക്കലും ഒരു ചക്കനെയും മാങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ജാക്ക് ഫ്രൂട്ട് പ്ലാന്റിനെയും ഒരു മാംഗോ ട്രീനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു സ്പീഷീസിലെ ഡിഫറെന്റ് വെറൈറ്റി അല്ലെങ്കിൽ വളരെ അടുത്ത റിലേഷൻസ് കാണിക്കുന്ന രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ രണ്ട് കളറുള്ള റോസാ പ്ലാന്റ്സ് അല്ലെങ്കിൽ മാംഗോയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോസ് ഉള്ളത് നാടൻ മാവുമായിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യുക യൂഷ്വലി. ഡോണർ പ്ലാന്റ് ഇസ് കോൾഡ് സിയോൺ ഓർ ഗ്രാഫ്റ്റ്. നമ്മൾ ഏത് പ്ലാന്റിന്റെ സ്റ്റെം കട്ടിംഗ് ആണോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് സിയോൺ എന്ന് പറയാം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് എന്ന് പറയാം. ഏതിന്റെ കട്ടിംഗ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെയാണ് സിയോൺ ഓർ ഗ്രാഫ്റ്റ് എന്ന് പറയാം. റെസിപ്പിയന്റ് പ്ലാന്റ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്. ഏത് പ്ലാന്റിലേക്കാണോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് അതിനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയാം. സോ റെസിപ്പിയന്റ് പ്ലാന്റിൽ റൂട്ട് പ്രസന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റോക്കിന് അല്ലെങ്കിൽ റെസിപ്പിയന്റ് പ്ലാന്റിന് റൂട്ട് പ്രസന്റ് ആയിരിക്കുന്നു. റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് റൂട്ട് സ്റ്റോക്ക്. ആൻഡ് this root stock must be highly resistant to pests, parasites and diseases and must be efficient in absorbing and conducting water and minerals. സ്റ്റോക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കണം. അതിന് വാട്ടർ അബ്സോർബിങ് ആൻഡ് കണ്ടക്ടിങ് കപ്പാസിറ്റി നന്നായിട്ട് വേണം. അതേപോലെ റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് പാരസൈറ്റ്സ് അതുപോലെ ഡിസീസസ് ഒക്കെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കട്ടിങ്ങിന് ആ പ്ലാന്റിൽ ഗ്രോ ചെയ്യാൻ പറ്റൂ. ആൻഡ് സിയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിയോൺ മസ്റ്റ് ബി സുപ്പീരിയർ ഇൻ ഡിസൈറബിൾ ട്രയറ്റ്സ് ഓർ ക്വാളിറ്റി. നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോണർ പ്ലാന്റ് എങ്ങനെയായിരിക്കണം, സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ളതായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് മാംഗോ പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് ആണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴും ഒരു നാടൻ വെറൈറ്റി ആയിരിക്കണം, ദേശീയ വെറൈറ്റീസ് ആയിരിക്കണം. അതായത് നമ്മളെ നാട്ടിൽ പണ്ട് മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ പറയാ വളരെ ചെറിയ നാടൻ മാങ്ങന്റെ പ്ലാന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ നല്ല വലിപ്പമുള്ള നല്ല ടേസ്റ്റ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു മാംഗോ ട്രീന്റെ കമ്പ്, സോ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രീന്റെ കമ്പ് അവിടെ സിയോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതാണ് അതിന്റെ സുപ്പീരിയർ ക്വാളിറ്റി. ടേസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ സുപ്പീരിയർ ക്വാളിറ്റി. സോ അതിനെ നമ്മൾ സിയോൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു കട്ടിംഗ് ആണ് നമ്മളെ നാടൻ വെറൈറ്റി. നാടൻ വെറൈറ്റി അപ്പൊ എന്താ, സ്റ്റോക്ക് ആണ്, അതാണ് റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ സ്റ്റോക്ക് എപ്പോഴും നാടൻ വെറൈറ്റി എടുക്കണം എന്ന് പറയാൻ കാരണം നാടൻ വെറൈറ്റിക്ക് അബ്സോർബിങ് അതേപോലെ കണ്ടക്ടിങ് കപ്പാസിറ്റി ഒക്കെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ന്യൂ വെറൈറ്റീസ്. സിയോൺ ഗ്രോ ഓൺ സ്റ്റോക്ക് ആൻഡ് ബിക്കം ഷൂട്ട് സിസ്റ്റം ഓഫ് ന്യൂ പ്ലാന്റ്. സ്റ്റോക്ക് ഫോം ഇറ്റ്സ് റൂട്ട് സിസ്റ്റം. അപ്പൊ ഇതില് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് എന്ന്. സോ സ്റ്റോക്ക് ആണ് റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സിയോണ് ഈ റൂട്ട് സ്റ്റോക്കിൽ ഗ്രോ ചെയ്യുക. സോ നമ്മളെ സിയോൺ ആണ് നമ്മളെ പുതിയ പ്ലാന്റിന് ഷൂട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് റൂട്ട് സിസ്റ്റം, സിയോണ് ഷൂട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ പിന്നീട് വരുന്ന ബഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുക. നാടൻ വെറൈറ്റിന്റെ റൂട്ടും
നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോയും കിട്ടണമെങ്കിൽ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നുള്ള ബഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. സോ നാടൻ മാവിന്റെ റൂട്ടിൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഗ്രോ ചെയ്ത് വരും. ആൻഡ് ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ പ്ലാന്റിനെ കമ്പോസിറ്റ് പ്ലാന്റ് എന്നാണ് വിളിക്കുക. ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് cambium of stalk and scion brought into close contact with each other establishes vascular continuity between scion and stalk. അപ്പം സിയോണും സ്റ്റോക്കും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ കാമ്പിയം ക്ലോസ് ടു ഈച്ച് അതർ ആയിട്ട് വരണം. എങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഒരു പുതിയ കമ്പോസിറ്റ് പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇനി ഇതിന്റെ ഈ ഒരു സ്ലൈഡിൽ പറയുന്നുണ്ട്, ഇനി വരുന്ന സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. During this, scion supplies food to stalk and stalk supplies water and nutrients. നമ്മൾ പറഞ്ഞു സിയോൺ ആണ് ഷൂട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഷൂട്ട് സിസ്റ്റത്തിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സോ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സിയോൺ ആണ്. ആൻഡ് സ്റ്റോക്കിന് റൂട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ വാട്ടർ ആൻഡ് മിനറൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്കും ആയിരിക്കും. Successful only if the healing is complete and vascular connection is complete. അതായത് നമുക്ക് ഗ്രാഫ്റ്റിംഗ് നടത്തിയ ഒരു കമ്പോസിറ്റ് പ്ലാന്റ് സക്സസ്ഫുള്ളി കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത മുറിവ്, അതായത് സ്റ്റോക്കും സിയോണും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. അതേപോലെ തന്നെ വാസ്കുലാർ കണക്ടിവിറ്റി അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുകയും വേണം. ഗ്രാഫ്റ്റിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് മാത്രമാണ് പഠിക്കാനുള്ളത്. It is a best method for species which are difficult to propagate by other methods. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാറ് വേറെ മെത്തേഡ്സ് ഫെയിലിയർ ആവുന്ന സമയത്താണ്. സിയോണും സ്റ്റോക്കും റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കണം ഇനീഷ്യൽ സ്റ്റേജിൽ. ആൻഡ് സ്റ്റോക്ക് പോട്ട് ഗ്രോൺ ആവുന്നതാണ് നല്ലത്. നമ്മളൊരു ചട്ടിയിൽ വളർത്തിയ പ്ലാന്റ് ആയിട്ടാണ് സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലത്. അതായത് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്ന പ്ലാന്റ് പോട്ടിൽ ഗ്രോ ചെയ്യുന്നതാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. എ പീസ് ഓഫ് ബാർക്ക് ഈസ് സ്ലൈസ്ഡ് അവേ ഫ്രം കറസ്പോണ്ടിങ് പോർഷൻ ഓഫ് ദി സിയോൺ ആൻഡ് സ്റ്റോക്ക്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതില് ഒന്ന് സ്റ്റോക്ക് ആണ്, അതേപോലെ ഇത് സിയോൺ ആണ്. സോ ഇതിന്റെ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, എ പീസ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യണം. ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ടിലും ഒരേപോലെയാണ് പീസ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്തത്. സോ ഒരു പ്ലാന്റ് സിയോൺ ആണ്, ഒന്ന് സ്റ്റോക്ക് ആണ്. രണ്ടിലും നമ്മൾ ഒരേപോലെ എന്ത് ചെയ്യാം, ഒരു പീസ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യാം. Their cut portions are pressed against each other and sealed with grafting wax and tied together tight. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരു സ്റ്റോക്കും സിയോണും സെലക്ട് ചെയ്യാം. രണ്ടും റൂട്ടഡ് ആയിരിക്കണം. സ്റ്റോക്ക് പോട്ട് ഗ്രോൺ ആവുന്നതാണ് നല്ലത്. രണ്ടിലും ഒരേപോലെ പീസ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്യാം. ആൻഡ് ആ പീസ് ഓഫ് ബാർക്ക് റിമൂവ് ചെയ്ത സ്ഥലം നമ്മൾ നന്നായി പ്രസ് ചെയ്ത് പിടിക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ദെൻ അതിനെ ഗ്രാഫ്റ്റിംഗ് വാക്സ് വെച്ച് ടൈറ്റ് ആയിട്ട് സീൽ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്. ടൈറ്റ്ലി പ്രസ് ചെയ്ത് ഗ്രാഫ്റ്റിംഗ് വാക്സ് കൊണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു മുറിവ് ഹീൽ ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇഫ് ബോത്ത് സ്റ്റോക്ക് ആൻഡ് സിയോൺ ആർ ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത്. രണ്ടും ആക്റ്റീവ് സ്റ്റേറ്റ് ഓഫ് ഗ്രോത്തിലാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങിയിട്ട് അത് ഒന്നായിട്ട് മാറും. വൺസ് ഹീലിംഗ് ഈസ് കംപ്ലീറ്റ്, കട്ട് ഓഫ് ടോപ്പ് ഓഫ് സ്റ്റോക്ക്. ശരിക്കും ശ്രദ്ധിക്കണേ. അതായത് നമുക്ക് രണ്ട് പ്ലാന്റ്സും കൂടി ജോയിൻ ചെയ്ത് ഒന്നാക്കി മാറ്റണം. അപ്പൊ ഇവിടെ ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ സ്റ്റോക്ക്, അതായത് റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നല്ല റൂട്ട് സിസ്റ്റം ഉണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റൂട്ട് സിസ്റ്റം ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മളെ റൂട്ട് സ്റ്റോക്ക്. ഇതിന് നല്ല റൂട്ട് സിസ്റ്റം ഉണ്ട്. രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്, അതായത് ഇതാണ് നമ്മളുടെ സിയോൺ പ്ലാന്റ്. സിയോൺ ആണിത്, അതായത് കട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മളെ സിയോൺ പ്ലാന്റ്. ആൻഡ് ഈ സിയോൺ പ്ലാന്റിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ സിയോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഉള്ള ട്വിഗ് ആണെന്ന് വിചാരിക്കുക. അപ്പം വൺസ് ഇവിടെ നമ്മൾ കെട്ടിയതിന് ശേഷം ഇതിന്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ കട്ട് ചെയ്യേണ്ടത്? ഇവിടെ കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി, നമ്മളെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതായത് റൂട്ട് സ്റ്റോക്ക്, ഈ ഒരു റൂട്ട് സ്റ്റോക്ക് ഉള്ള ഈ പ്ലാന്റിന്മേല് ഈ ട്വിഗ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ട്വിഗ് ഉണ്ടല്ലോ, സോ ഇതിന്റെ ട്വിഗ്, അതായത് നമ്മളെ സിയോണിന്റെ ട്വിഗ് എന്ത് ചെയ്യും, ഈ പ്ലാന്റിൽ ഗ്രോ ചെയ്യും.
ആൻഡ് നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്ത സമയത്ത് ഈ സ്റ്റോക്കിന്റെ ബ്രാഞ്ചിങ് ഇതിന്റെ മുകളിൽ വളരാൻ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം, അതേപോലെ ഇവിടെയും കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. സോ വൺസ് ഹീലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്കിന്റെ മുകളും സിയോണിന്റെ താഴെ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റോക്കിന്റെ റൂട്ട് സിസ്റ്റത്തിൽ സിയോൺ എന്ത് ചെയ്യും, ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യും. And there are two different types of approach grafting: splice approach grafting and tongue approach grafting. Approach grafting ile first category ആണ് splice approach grafting. Splice approach grafting എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ approach grafting പഠിച്ചത് സെയിം ആണ്. സോ നമുക്ക് ജസ്റ്റ് അതിന്റെ നോട്ട്സ് ഒന്ന് നോക്കാം. സ്റ്റോക്ക് ആൻഡ് സിയോൺ മസ്റ്റ് ബി ഓഫ് ഈക്വൽ തിക്നെസ്. നമ്മൾ സ്റ്റോക്ക് ആയിട്ടും സിയോൺ ആയിട്ടും കൺസിഡർ ചെയ്യുന്ന സ്റ്റെം ഉണ്ടല്ലോ, അത് സെയിം തിക്നെസ് ആയിരിക്കണം, സെയിം തിക്നെസ്സിൽ ഉള്ളതായിരിക്കണം. പോട്ട് കണ്ടെയ്നിങ് റൂട്ട് സ്റ്റോക്ക് ഈസ് പ്ലേസ്ഡ് നിയർ സിയോൺ. ഇതാണ് നമ്മളെ റൂട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, സിയോണിന്റെ അടുത്ത് കൊണ്ടുവെക്കണം. തിൻ സ്ലൈസ് ഓഫ് ബാർക്ക് ആൻഡ് വുഡ് about 6 to 7 centimeter long is removed from stock at a height of about 25 to 30 centimeter from the soil surface. അതായത് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്ലാന്റിന്റെ 25 മുതൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ, വളരെ താഴെ ആവരുത് വളരെ മുകളിലും ആവരുത്, നമ്മൾ 25 to 30 സെന്റിമീറ്റർ ഉയരത്തിലുള്ള ഒരു സ്റ്റോക്കിൽ 6 to 7 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, അതിന്റെ ബാർക്ക് റിമൂവ് ചെയ്യുക. ആൻഡ് സിമിലർ കട്ട് ഈസ് മെയ്ഡ് ഓൺ ദ സിയോൺ. അതായത് സെയിം രീതിയിൽ ബാർക്ക് സിയോണിലും നമ്മൾ റിമൂവ് ചെയ്യാം. ദെൻ ദേ മേ ഫിറ്റ് ക്ലോസ്ലി വിത്ത് ഈച്ച് അതർ വിത്തൗട്ട് എനി ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്കിൽ ബാർക്ക് റിമൂവ് ചെയ്തത് അതേപോലെ അതേ ലെങ്ത്തിൽ സിയോണിലും ബാർക്ക് റിമൂവ് ചെയ്യാം. ടൈഡ് ഫേർമിലി വിത്ത് ജൂട്ട്, ട്വൈൻ, വാക്സഡ് ടേപ്പ്, അഡ്ഹസീവ് റബ്ബർ ടേപ്പ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുക. Grafting wax may be applied at the graft joint to prevent the wilting of tissues. നമുക്ക് grafting wax യൂസ് ചെയ്യാം. Strips of polythene films are also used to protect graft union from sun and rain. It should regularly water to encourage growth. നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് വാട്ടർ ചെയ്യണം. സിയോണിലും സ്റ്റോക്കിലും ഒരേപോലെ ബാർക്ക് റിമൂവ് ചെയ്ത് അതിനെ ക്ലോസ് ടു ഈച്ച് അതർ ആയിട്ട് പ്ലേസ് ചെയ്ത് ഈ ബാർക്ക് റിമൂവ് ചെയ്ത പോർഷൻ ടൈറ്റ്ലി പ്രസ് ചെയ്ത് പിടിച്ച് ഗ്രാഫ്റ്റിംഗ് വാക്സ് ഒക്കെ വെച്ച് ടൈറ്റ്ലി കട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ആൻഡ് ആഫ്റ്റർ 45 to 60 days when union is complete, a V-shaped cut is made on rootstock halfway through wood above graft joint and scion below graft. ഒരു 2 മാസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് സ്റ്റോക്കിന്റെ മുകളിലും സിയോണിന്റെ താഴെയും കട്ട് ചെയ്യണം. അപ്പൊ ഇവിടെയുള്ള പിക്ചറിലേക്ക് നോക്കുക. നമ്മൾ റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാന്റ് ഈ പോട്ടിലുള്ള പ്ലാന്റാണ്. നമ്മൾ ഇത് വലിയൊരു മാംഗോ ട്രീ ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു സ്റ്റെമ്മിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ പോട്ടിൽ ഗ്രോ ചെയ്തിട്ടുള്ള ഈ പ്ലാന്റ് ആണ് നമ്മളെ എന്ത്, റൂട്ട് സ്റ്റോക്ക്. ഇത് നമ്മളെ സിയോണാ. സോ റൂട്ട് സ്റ്റോക്കിന്റെ മുകളിൽ കട്ട് ചെയ്യാം. സോ ഇതെന്ത് ചെയ്യും, റൂട്ട് പ്രൊവൈഡ് ചെയ്യും. ദെൻ സിയോണിന്റെയോ ഇവിടെ കട്ട് ചെയ്യാം. സോ നമ്മൾ ഈ വലിയ മാംഗോ പ്ലാന്റ് ഇപ്പോൾ ഫ്രീ ആയി. നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിൽ ഈ വലിയ മാംഗോ പ്ലാന്റിന്റെ ഒരു ട്വിഗ് ഇവിടുന്ന് തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂട്ട് സ്റ്റോക്കിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ആഫ്റ്റർ 15 to 30 days cuts are deepened to 3/4 of thickness. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 2 മാസം കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നു. പക്ഷെ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ജസ്റ്റ് നമ്മളൊരു വി ഷേപ്പ്ഡ് കട്ട് മെല്ലെ കൊടുക്കുള്ളൂ. അതായത് ഇത് എത്രത്തോളം അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ വളരെ ചെറിയൊരു കട്ട് ഉണ്ടാക്കും, ഒരു വി ഷേപ്പ്ഡ് കട്ട്. ഈ വി ഷേപ്പ്ഡ് കട്ട് ഇടുന്ന സമയത്ത് നമ്മളെ സിയോണിന്റെ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്ന സിയോൺ ചെറുതായിട്ട് വാടുകയാണെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. വാസ്കുലാർ കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അത് വാടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. സോ 2 മാസം കഴിയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സിയോണിനെ കട്ട് ചെയ്ത് മാറ്റരുത്. ഒരു 5% അല്ലെങ്കിൽ ഒരു 10% സ്റ്റെമ്മിന്റെ തിക്നെസ്സിനനുസരിച്ച് ഒരു 10% കട്ട് കൊടുക്കുക. ദെൻ
പിന്നെയും ഒരു 30 ദിവസം വരെ, ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആ കട്ട് നമ്മൾ ഡീപ്പൻ ചെയ്യാം. ആഫ്റ്റർ 15 days cuts are completed. അതും കഴിഞ്ഞ് ഒരു 15 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. It results in a new plant consisting of root stock and grafted top. സോ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂട്ട് സ്റ്റോക്കിന്റെ മുകളിൽ സിയോണിന്റെ ഒരു ട്വിഗ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റൂട്ട് സ്റ്റോക്കിന് താഴെയുള്ള ബഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല. നമ്മളെ പ്ലാൻ എന്താ, ഒരു നാടൻ വെറൈറ്റിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ. സോ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഉള്ള പ്ലാന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ നാടൻ വെറൈറ്റിയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഇത്. സോ നമ്മൾ തുടക്കത്തിൽ ചെറിയ കട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെയാണ്. അതേപോലെ ഇവിടെ നമ്മൾ ചെറിയ കട്ട് കൊടുക്കും. പിന്നെ അത് ഡീപ്പൻ ചെയ്ത് ആ കട്ട് കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ് ടങ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വിത്ത് ഗ്രാഫ്റ്റിംഗ്. ഇത് സ്പ്ലൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടങ് ഗ്രാഫ്റ്റിംഗ്. സ്റ്റോക്ക് ആൻഡ് സിയോൺ മസ്റ്റ് ഹാവ് സെയിം ഡയമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തിക്നെസ്സിലുള്ള റൂട്ട് സ്റ്റോക്കും സിയോണും ആയിരിക്കണം. Splice and tongue grafting is similar to each other except that a tongue is provided at cut surface of both stalk and scion to provide rigidity. നേരത്തെ നമ്മൾ സ്പ്ലൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരേപോലെ നമ്മൾ ബാർക്ക് റിമൂവ് ചെയ്യും, അതിനെ രണ്ടിനെയും ക്ലോസ് ആയിട്ട് വെക്കും, അങ്ങനെയാ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ സ്പ്ലൈസിന്ന് ടങ്ങിനുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ സിയോണിലും സ്റ്റോക്കിലും ഒരു ടങ് പ്രൊവൈഡ് ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ, ഇപ്പൊ ഈ പിക്ചറിൽ ഇതാണ് നമ്മളെ സിയോണ്, ഇതാണ് നമ്മളുടെ റൂട്ട് സ്റ്റോക്ക്. സോ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ടങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും അതേപോലെ ഒരു കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതിൽ ഒരു ടങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ ഈ സെക്കൻഡ് പിക്ചറിലുള്ള പോലെ കയറൂല. പക്ഷെ കട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, മാച്ച് ആവുന്ന രൂപത്തിലാണ് ടങ് ഉണ്ടാക്കേണ്ടത്. ഇൻ ദിസ് സ്റ്റോക്ക് ഈസ് ഡീകാപ്പിറ്റേറ്റഡ് ബൈ എ സ്ലാൻഡിങ് കട്ട് ഫ്യൂ സെന്റിമീറ്റർ എബവ് ഗ്രൗണ്ട്. നമ്മൾ സ്റ്റോക്കിൽ ഏറ്റവും താഴെ ഉണ്ടാക്കരുത്, കുറച്ച് ഒരു ഫ്യൂ സെന്റിമീറ്റർ എബവ് ദ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡീകാപ്പിറ്റേറ്റ് ചെയ്യും, അതായത് കട്ട് ചെയ്ത് കളയും. ഒരു സ്ലാൻഡിങ് കട്ടാണ് ഉണ്ടാക്കുക. ആൻഡ് നമ്മൾ ബഡ്സ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം സ്റ്റോക്ക്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ബഡ്സ് റിമൂവ് ചെയ്യണം. കാരണം നമുക്ക് സിയോൺ ആണ് സ്റ്റോക്കിൽ ഗ്രോ ചെയ്യേണ്ടത്. സിയോൺ ഈസ് കട്ട് അവേ ഫ്രം ഡോണർ ബൈ എ സ്ലാൻഡിങ് കട്ട്. നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്കിൽ കട്ട് ഉണ്ടാക്കിയത് അതിന് മാച്ച് ആവുന്ന രൂപത്തിലുള്ള ഒരു സ്ലാൻഡിങ് കട്ട് സിയോണിലും പ്രൊഡ്യൂസ് ചെയ്യണം. സോ കട്ടിങ്സ് എങ്ങനെയാ വന്നിട്ടുള്ളത്, എ ഡൗൺവേർഡ് കട്ട് ഈസ് മെയ്ഡ് ഓൺ സ്റ്റോക്ക് ആൻഡ് അപ്വേർഡ് കട്ട് ഈസ് മെയ്ഡ് ഓൺ സിയോൺ ഫോർ പ്രൊഡ്യൂസിങ് ടങ്. അപ്പൊ മാച്ച് ആവുന്ന രൂപത്തിലാണ് സ്ലാൻഡിങ് കട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ടങ്ങും കൂടിയും പ്രൊവൈഡ് ചെയ്യാം. Then stalk and scion are tightly fixed. Then it is sealed with grafting wax and tied firmly. അതായത് മാച്ച് ആവുന്ന സ്ലാൻഡിങ് കട്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴേക്ക് ഒരു ഇൻസിഷൻ കൊടുക്കുക. ആ ഇൻസിഷനിലേക്ക് മാച്ച് ആവുന്ന രൂപത്തിലാണ് സിയോണിൽ നമ്മൾ ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഗ്രാഫ്റ്റിംഗിന്റെ സിഗ്നിഫിക്കൻസസ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് കട്ടിങ്സ് ദാറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് റൂട്ട്. അതായത് റൂട്ടിങ് ഈസി ആയിട്ട് വരാത്ത പ്ലാന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ്റ്റിംഗ് പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഡിസൈറബിൾ കൾട്ടിവാൾസ്. ഡിസൈറബിൾ കൾട്ടിവാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ റെയർ ആയിട്ട് കാണുന്ന കുറെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആണെന്ന് വിചാരിക്കുക. സോ ഗ്രാഫ്റ്റിംഗ് വഴി നമുക്ക് ഒരുപാട് ടേസ്റ്റി മാംഗോസിന്റെ എന്താ പറയുക പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് റെഡ്യൂസസ് സീഡ് പ്രൊപ്പഗേഷൻ. നമുക്ക് സീഡ് പ്രൊപ്പഗേഷൻ വഴി പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ്സ് ഡിസീസ് റെസിസ്റ്റന്റ് ആൻഡ് ഡിസൈറബിൾ കൾട്ടിവാസ്. നമുക്കിപ്പോൾ സിയോൺ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഡിസീസ് റെസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കുറെ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഗ്രാഫ്റ്റിംഗിന്റെ സിഗ്നിഫിക്കൻസ്. നമ്മൾ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലെ കട്ടിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബഡ്ഡിംഗ് ആണ്.